ഫ്രണ്ട്സ്, അപ്പം ഞാനില്ലേ ഇപ്പം ഈ പെട്ടിയും ഒക്കെ എടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ പോളണ്ടിലേക്കാണ്. ആൻഡ് ഇതാണ് എൻ്റെ നെക്സ്റ്റ് ട്രിപ്പ്. ഫ്രണ്ട്സ്, ഞാനിപ്പോ ബസ് സ്റ്റാൻഡിലാണ്. ആൻഡ് എന്റെ ഫ്ലിക്സ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, അയ്യോ ഇതിപ്പോ രാത്രിയായി. എന്റെ ബസ് ഇപ്പൊ ലേറ്റ് ആണ്. ഇപ്പൊ 12 മണി കഴിഞ്ഞു. ആൻഡ് ഞാനിപ്പോ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറാൻ പോവാണ് ഗൈസ്. ബസ് അങ്ങനെ എടുത്തു. ആദ്യം ബുഡാപെസ്റ്റ് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത ബസ്സാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെയാന്ന് മനസ്സിലായോ? ബുഡാപെസ്റ്റിലാണ്, ഹംഗറിയില്. ഇന്നലെ രാത്രി ഞാൻ അവിടെ നിന്ന് കയറി. ഇപ്പൊ രാവിലെ ആയി 7:30 ആ സമയത്തേക്ക് എത്തി. ഇനി ഒരു 2 മണിക്കൂർ ഇവിടെ ലേ ഓവർ ഉണ്ട്. അതിനുശേഷം അടുത്ത ബസ്സാണ് നമ്മുടെ പോളണ്ടിലേക്ക്, വാർസോവിലേക്ക്. ഭയങ്കരമായിട്ട് ഉറങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത്. ഇതാണ് ബസ് സ്റ്റേഷനുള്ളിലാണ് ഞാനിപ്പോ. ലഗേജും പിന്നെ ഒരു ഞാനും ഉണ്ട് ഇപ്പൊ ഇവിടെ. കുറെ നേരം ഞാൻ അകത്തിരുന്ന് മടുത്തപ്പോഴേ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെയുള്ള എന്താ സംഭവം പുറത്ത് കാണാമെന്ന്. ഞാനല്ലേ ഇന്നാള് ബുഡാപെസ്റ്റ് വന്നത്. ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ പുറവും ഇവിടെ ബസ് സ്റ്റേഷന്റെ പുറം കാണിക്കാട്ടോ. എനിക്ക് ബുഡാപെസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിറ്റിയാണ്. സോ ഞാൻ ജസ്റ്റ് പുറത്ത് വന്ന് ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ എന്റെ ഫ്ലിക്സ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, പിന്നെയില്ല, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ ശരിക്കും ഫസ്റ്റ് എന്റെ ബസ് മിസ് ചെയ്തു. ഞാൻ ശരിക്കും വിയന്ന ത്രൂ ആയിരുന്നു പോകേണ്ടത്. ആൻഡ് അത് വൈകുന്നേരമായിരുന്നു ബസ് വാർസോവിലേക്ക്. ആൻഡ് പിന്നെ എടുപടിന്ന് രാത്രി പിന്നെ ബുക്ക് ചെയ്ത ബസ്സാണ് ഈ ബസ്. പക്ഷെ രാത്രി നല്ല ഉറങ്ങി തൂങ്ങിയാണ് ബസ്സിൽ കയറിയത്. ഇപ്പോഴും എനിക്ക് ആ ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയിട്ടോ, ഞാൻ ബസ് മിസ് ചെയ്ത കാര്യവും പിന്നെ ഇത് പുതിയ ബസ്സാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇപ്പൊ ബുഡാപെസ്റ്റ് ത്രൂ പോകുന്നത്. ഞാനിപ്പോ ബസ്സിനുള്ളിലാണ്. ഫസ്റ്റ് സീറ്റ് ആയിരിക്കുന്നത്. ബസ് എടുത്തു ഗൈസ്. യൂറോപ്പിലൂടെയുള്ള ഒരു ബസ് യാത്രയാണ് ശരിക്കും ഇന്നത്തെ.
ഞങ്ങളിപ്പോൾ ബ്രേക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഗായ്സ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ഇതിപ്പോൾ സ്ലോവാക്കിയാണ്. ഞാൻ പോകുന്ന പോളണ്ടിലേക്കാണ്. ഇതാണ് എൻ്റെ ബസ്. നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ ക്രക്കോ ബസ് സ്റ്റേഷൻ എത്തി. ഇത് പോളണ്ടാണ്. ഞാനിന്ന് രാത്രി എത്തുള്ളൂ. എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. അതാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ വാട്സാപ്പിൽ എത്തിക്കൊണ്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റീസ് പോലെയല്ല. വാട്സാപ്പ് എനിക്കത് കുറച്ചുകൂടെ വലിയതാണ്. കുറേ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. ഇന്ത്യനെ പോലെയൊന്നും അല്ല കേട്ടോ അവിടെ. എന്നിട്ട് വാട്സാപ്പ് ബസ് സ്റ്റേഷൻ എത്തി. ഇപ്പം ഇറങ്ങും ഇവിടെ. ഞാനങ്ങനെ ഫ്രണ്ട്സ് ഇവിടെ ഇറങ്ങി. കുറേ നേരത്തിന് ശേഷമാണ് എനിക്ക് ടാക്സി കിട്ടിയത്. ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോവാണ്.